അമ്മ നല്ല ചള്ളു കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ കോവയ്ക്കല്ലേ കുട്ടിയെ മെഴുക്കുവറ്റിക്ക് നല്ലത്. പണ്ടൊക്കെ അത് വേലിയുമ്പോ ധാരാളം ഉണ്ടാവും. ഇതിന്റെ ഗുണമൊന്നും അറിയില്ല. അപ്പൊ എന്താ, കൊറേ പൊട്ടിച്ച് കളിക്കും, കൊറേ പൊട്ടിച്ച് കഴിക്കും. അന്നൊക്കെ കുട്ടിയോട് കൂടി കളിക്കുമ്പോ ഇതിന്റെ പഴുത്തതൊക്കെ പൊട്ടിച്ച് ഒരു പാത്രത്തിലിട്ട് വെള്ളത്തിൽ കലക്കും കളറാക്കാൻ. അന്ന് വെറുതെ കളഞ്ഞിരുന്ന സാധനത്തിന് ഇപ്പൊ തീ പിടിച്ച വിലയാ. നല്ലോണം കഴുകി വൃത്തിയാക്കുക, കനം കുറച്ച് വട്ടത്തിലരി. കടുക് പൊട്ടുമ്പോ ഒരു സവോള നീളത്തിൽ കീറിയത്, പച്ചമുളക്, എരിവിന് ആവശ്യത്തിന്, കറിവേപ്പില, ലേശം ഉപ്പും ചേർത്ത് നന്നായി വാട്ടുക. അതിലേക്ക് ഈ നുറുക്കി വെച്ച കോവയ്ക്കും ലേശം മഞ്ഞപ്പൊടി ഇടുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക, നന്നായി ഒന്ന് ഇളക്കുക, മൂടി വെക്കുക, വേവിക്കുക. വെന്തൂന്ന് കണ്ട മൂടി തുറന്ന് ചെറിയ തീയിലിട്ട് നല്ലോണം വലിച്ചെടുക്കുക. ഇനി കുറച്ച് കട്ടത്തൈരും കൂടിയായ പിന്നെ എന്തു വേണം ഊണിന്. ഇപ്പോൾ പൊടികളൊക്കെ മൂത്തതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ച കോവയ്ക്ക അതിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് പിന്നെയും ഒന്ന് ഇളക്കി മൂടി വെച്ച് ആവിയേറ്റി ഒന്ന് വേവിച്ചെടുത്തു. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ആവിയിൽ തന്നെ കിടന്നിട്ട് നമ്മുടെ കോവയ്ക്ക വെന്തോളും. പിന്നെ കോവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പൊടിക്കൈ പറഞ്ഞത്, ഇങ്ങനെ വാടിയതിന് ശേഷം നമ്മൾ കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ പഞ്ചസാരയിൽ കിടന്നിട്ട് കോവയ്ക്കൊന്ന് കാരമലൈസ് ആകും, ഒന്ന് മൊരിയും നന്നായിട്ട്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു മാറ്റം എനിക്ക് തോന്നിയത്. അതിനുശേഷം ലാസ്റ്റ് കുറച്ച് തേങ്ങയിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കോവയ്ക്ക മെഴുകുവരട്ടി റെഡിയായി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.